അമേരിക്ക ഇറാൻ സംഘർഷം ഓരോ ദിവസവും ശക്തമാവുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ ഹോർമൂസ് കടലിടുക്ക് ഏത് നിമിഷം വേണമെങ്കിലും അടയ്ക്കപ്പെടാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മോദി 5 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ്. മെയ് 15 മുതൽ 20 വരെയാണ് മോദിയുടെ യാത്ര. അത് വെറുതെയല്ല, അതായത് മോദിക്കൊന്ന് ഉല്ലസിക്കാൻ വേണ്ടിയല്ല നരേന്ദ്രമോദി ഇങ്ങനെ യാത്ര നടത്തുന്നത്. അത് നമ്മുടെ ഭാരതത്തിന് വേണ്ടിയാണ്, ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഗൾഫിൽ യുദ്ധം സംഭവിച്ചാൽ ഇന്ത്യ ഒരു കാരണവശാലും ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി, കൂടാതെ എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് മോദി ഇങ്ങനെ ഓരോ രാജ്യത്തും ഓടി നടക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പറയും മോദി അവിടെ ഉല്ലസിക്കാൻ പോകുന്നെന്ന്. അത് രാഹുൽ ഗാന്ധിയുടെ വിവരമില്ലായ്മയാണ്. മോദി എല്ലാ ദീർഘവീക്ഷണത്തോടെയാണ് ചെയ്യുന്നത്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തും ശക്തിയും. ചൈനയുടെ കടക്കണി സാമ്രാജ്യത്വ നയങ്ങൾക്ക് ആഗോളതലത്തിൽ ശക്തമായ പൂട്ടിട്ടുകൊണ്ട് ഭാരതത്തെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ചരിത്രപ്രധാനമായ ഭാരത യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി അതിവേഗം യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനത്തോടെ ഈ ബൃഹത് പദ്ധതിക്ക് വേഗത കൈവന്നിരിക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ വ്യവസായിക ശക്തികളിലൊന്നായ ഇറ്റലിയുമായി കൈകോർത്ത് ആഗോള വ്യാപാര ഭൂപടത്തിൽ ഭാരതത്തിന്റെ അപ്രമാദിത്വം ഉറപ്പാക്കുന്ന നിർണായക നീക്കങ്ങളാണ് റോമിൽ നടക്കുന്നത്. 5 രാജ്യങ്ങളുടെ വിദേശ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി റോമിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. മെലോണിയ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് മോദിക്ക് നൽകിയത്. റോമിലേക്ക് സ്വാഗതം എന്റെ സുഹൃത്തെ എന്ന് കുറിച്ചുകൊണ്ട് മെലോണി പങ്കുവച്ച ചിത്രം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം എത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. നരേന്ദ്രമോദിയും ജോർജിയ മെലോണിയും സംയുക്തമായി പുറത്തിറക്കിയ നയരേഖയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വെറുമൊരു സൗഹൃദമല്ല, അതിനപ്പുറം തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിലേക്ക് ഉയർന്നതായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇൻഡോ മെഡിറ്ററേനിയൻ എന്ന ഒരു പുതിയൊരു സാമ്പത്തിക വ്യാപാര മേഖലയാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള വ്യാപാരത്തിന് ചൈനയുടെ വിതരണ ശൃംഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും മാത്രം ആശ്രയിച്ചിരുന്ന കാലം മാറുകയാണ്. കോവിഡിന് ശേഷമുള്ള ആഗോള സാഹചര്യത്തിൽ ചൈനയ്ക്ക് മേലുള്ള അമിത ആശ്രയത്വം കുറയ്ക്കാൻ യൂറോപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. സുരക്ഷിതത്വവും സുതാര്യവുമായ ജനാധിപത്യ മൂല്യങ്ങളുള്ള ഭാരതത്തെയാണ് യൂറോപ്പ് ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായി കാണുന്നത്. ഭാരതത്തിൽ തുടങ്ങി UAE, സൗദി അറേബ്യ എന്നീ ഗൾഫ് രാജ്യങ്ങളിലൂടെ റെയിൽവേ, തുറമുഖങ്ങൾ, എനർജി പൈപ്പ് ലൈനുകൾ, ഡിജിറ്റൽ ശൃംഖലകൾ എന്നിവ വഴി യൂറോപ്പിലേക്ക് നീളുന്നതാണ് ഈ സാമ്പത്തിക ഇടനാഴി. പരമ്പരാഗത കടൽ മാർഗങ്ങളെക്കാൾ വളരെ വേഗത്തിലും സുരക്ഷിതമായും ഭാരതീയ ഉത്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിലെത്താൻ ഇതിലൂടെ സാധിക്കും. ഭാരതവും ഇറ്റലിയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2029ഓടെ 20 മില്യൺ യൂറോ കടത്തുകയാണ് ലക്ഷ്യം. പ്രതിരോധം, ബഹിരാകാശം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹരിത ഊർജ്ജം, സെമി കണ്ടക്ടർ തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കും എന്നത് മാത്രമല്ല, ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് മികവും സ്റ്റാർട്ടപ്പ് കരുത്തും ഇറ്റലിയുടെ നിർമ്മാണ വൈദഗ്ധ്യവുമായി ചേരുമ്പോൾ അത് ലോകത്തിന് തന്നെ പുതിയൊരു മാതൃകയാകും. കടൽ കൊള്ളയും യുദ്ധങ്ങളും കാരണം പരമ്പരാഗത അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾ ഭീഷണി നേരിടുന്ന ഈ ഘട്ടത്തിൽ IMEC വെറുമൊരു സാമ്പത്തിക ഇടനാഴി മാത്രമല്ല, മറിച്ച് ഭാരതത്തിന്റെ ആഗോള നയതന്ത്ര വിജയത്തിന്റെ വിളംബരം കൂടിയാണ്. ലോകവേദിയിൽ ഭാരതത്തെ ഒരു നിർമ്മാണ സാങ്കേതിക ഹബ്ബായി ഉയർത്തിക്കാട്ടുന്നതിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം പൂർണ്ണമായി വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.